بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين. മതനിഷേധ ചിന്താഗതി വെച്ച് പുലർത്തുന്നവർക്കുടെ മനസ്സിൽ ലോകാവസാനം എന്ന ഒരു യാഥാർത്ഥ്യത്തെ പറ്റി അല്പം ചില്ലറ കൺഫ്യൂഷൻസുകളൊക്കെ നിലനിന്നിരുന്നു. ഇന്ന് അവരും മാറ്റി, അവരും ആ വിഷയത്തിൽ മതവിശ്വാസത്തിന്റെ ഭാഗത്തെ അംഗീകരിക്കേണ്ടി വന്നിരിക്കുകയാണ്. ആധുനിക ശാസ്ത്രത്തിന്റെ ലഭ്യമായ റിപ്പോർട്ടുകൾ വെച്ചുകൊണ്ട്, കണ്ടുപിടുത്തത്തിന്റെയും ഗവേഷണത്തിന്റെയും റിപ്പോർട്ടുകൾ വെച്ചുകൊണ്ട് അവർ നമുക്ക് നൽകുന്ന പാഠം അടുത്ത ഒരു 100 വർഷത്തിനുള്ളിൽ ലോകത്ത് അതിശക്തമായ ഒരു സ്ഫോടനം നടക്കാൻ പോവുകയാണ് എന്നും ആ സ്ഫോടനത്തിന്റെ ഹേതു അത് സൂര്യഗോളമായിരിക്കൂ എന്നും ആ സ്ഫോടനം ലോകത്തിന്റെ അവസാനത്തിന് തന്നെ കാരണമാകാൻ സാധ്യതയുണ്ട് എന്ന് ആധുനിക ശാസ്ത്രവും സമ്മതിച്ചു കഴിഞ്ഞു. ലോകാവസാനം സംഭവിക്കുമെന്നുള്ള വിഷയം അത് തർക്കമില്ലാത്ത ഒരു ഇത്തിഫാക്കുള്ള വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇരിക്കട്ടെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം നശിക്കും എന്നുള്ളത് അഖീദയുടെ ഭാഗമാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് വിശ്വസിച്ചേ പറ്റൂ. ആ വിശ്വാസമില്ലാത്തവൻ മുഅ്മിനീങ്ങളുടെ പട്ടികയിൽ നിന്ന് പുറത്തോട്ട് ചാടേണ്ടി വരും. എന്നാൽ ഈ ലോകാവസാനം സംഭവിക്കും എന്ന് പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹി ആ സംഭവിക്കാൻ പോകുന്ന കൃത്യമായ ഒരു ടൈം ലോകത്താർക്കും പഠിപ്പിച്ചു കൊടുത്തില്ല. ബിരിയാണിക്ക് ദമ്മിട്ടാൽ മതിയാണ്, പ്രസംഗിക്കുന്ന ചൂടും ലൈറ്റിന്റെ ചൂടും എല്ലാം കൂടി നട്ടായാലും. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ലോകാവസാനം സംഭവിക്കാൻ അടുക്കുമ്പോൾ ലോകത്ത് സംഭവ്യമാകാൻ സാധ്യതയുള്ളതും സംഭവിക്കുമെന്നുള്ള പ്രവാചകന്റെ മുന്നറിയിപ്പിലൂടെ വ്യക്തമായതുമായ ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. അതിൽ പലതും ലോകത്ത് പ്രകടമായി കഴിഞ്ഞു. ആ വിഷയത്തെ പറ്റി അങ്ങോട്ടേക്ക് പോയാൽ ഇന്നത്തെ കാലത്തിന് ആ വിഷയത്തിൽ മാത്രം അങ്ങോട്ട് പോകേണ്ടത്, ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. അതിൽപ്പെട്ട ഏറ്റവും വലിയ ഒരു വിഷയമാണ് ഇമാം തുർമുദ് റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള നിരവധി ഹദീസ് പണ്ഡിതന്മാർ പഠിപ്പിച്ച ഹദീസുകളിൽ ലക്ഷണങ്ങളായി എന്നത് കാണാം. ലോകാവസാനം അടുക്കുമ്പോൾ മഴ വർദ്ധിക്കും, അതേക്കാൾ അപ്പുറം ഉഷ്ണവും വർദ്ധിക്കും. നന്നായി മഴ പെയ്യും, അതേ സമയത്ത് തന്നെ ചൂട് സഹിക്കാൻ കഴിയാത്തൊരവസ്ഥ അല്ലേ? ഇപ്പൊ മഴ വരിക, ഇപ്പൊ നമ്മളിങ്ങനെ ഇരുന്ന് പറയും പടച്ചവനെ ഒരു മഴ പെയ്തെങ്കിൽ നല്ലൊരു റിപ്പോർട്ട് ചെയ്തത് കാണാൻ കഴിയും. അതിൽ ഇങ്ങനെ ഒരുപാട് അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ വളരെ വലിയ ചില കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയൊക്കെയും ഇപ്പോൾ നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന പരിശുദ്ധമായ തൗഹീദിനെ അംഗീകരിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ലോകാവസാനം അടുക്കുന്ന സമയത്ത് അവൻ അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ ശക്തമായ ഒരു പ്രതിസന്ധിയെ സംബന്ധിച്ച് അധിപനായ അല്ലാഹു അവന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആനിലൂടെ മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിലൂടെയും നമ്മെ പഠിപ്പിച്ചത് കാണാം. ഏത് വിഷയത്തിലാണ് ആ പ്രതിസന്ധി? സാമ്പത്തികമല്ല, ശാരീരികം അല്ല, സാമൂഹികവുമല്ല. വിശ്വാസികൾ പിൽക്കാലത്ത് ലോകാവസാനം അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി, പ്രയാസം, അത് തൗഹീദിന്റെ വിഷയത്തിലാണ്, ഈമാനിന്റെ വിഷയത്തിലാണ് എന്ന് മഹാനായ സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അധിപനായ റബ്ബുൽ ഇസ്സത്തും അവന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആനിലൂടെയും നമ്മെ തെറ്റിപ്പെടുത്തിയത് കാണാം. ആ പ്രതിസന്ധി എവിടം വരെ എത്തുമെന്നറിയോ? ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾ ഓതി കേൾപ്പിച്ച ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ടാണ് പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി
فسوف يأتي الله بقوم يحبهم ويحبونه أذلة على المؤمنين أعزة على الكافرين. ഖുർആനിൽ അല്ലാഹു തആല ഈ ആയത്തിലൂടെ അഭിസംബോധന ചെയ്യുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ്. ഖുർആനിൽ അടിമകളെ അല്ലാഹു തന്റെ സൃഷ്ടികളായ മനുഷ്യന്മാരെ അഭിസംബോധനം ചെയ്യുന്നതിന് രണ്ട് ഭാഷ ഉപയോഗിച്ചത് കാണാം. അതിൽ ഒന്ന് യാ അയ്യുഹന്നാസ് എന്ന പ്രയോഗമാണ്. രണ്ടാമത്തത് യാ അയ്യുഹല്ലദീന ആമനൂ എന്ന പ്രയോഗമാണ്. യാ അയ്യുഹന്നാസ് എന്ന പ്രയോഗം അത് മൊത്തം ജനങ്ങളെയും പരിഗണനയിൽ എടുത്തുകൊണ്ടാണെങ്കിൽ, യാ അയ്യുഹല്ലദീന ആമനൂ എന്ന പ്രയോഗം ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന പരിശുദ്ധമായ തൗഹീദിനെ അംഗീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന മലായിക്കത്തുകളിലും പ്രവാചകന്മാരിലും സൃഷ്ടാവിന്റെ ഗ്രന്ഥങ്ങളിലും യൗമുൽ ഖിയാമയിലും അതുപോലെ തന്നെ ഖൈറിന്റെയും ശർറിന്റെയും ഉടമസ്ഥൻ റബ്ബാണ് എന്നതിലും പരിപൂർണമായ വിശ്വാസം സമർപ്പിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന, 5 നേരം നിസ്കരിക്കുന്ന, നോമ്പനുഷ്ഠിക്കുന്ന, ഹജ്ജ് ചെയ്യുന്ന, സകാത്ത് കൊടുക്കുന്ന, ആ രീതിയിലുള്ള ഇസ്ലാമിക വിശ്വാസ കർമ്മ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടു പോകുന്ന മുഅ്മിനീങ്ങൾ എന്ന് പറയുന്ന വിഭാഗത്തെ വിളിച്ചുകൊണ്ടാണ് അല്ലാഹു ഈ വലിയ വിഷയം നമ്മെ അറിയിക്കുന്നത്. യജമാനനായ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളായ നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്തി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരന്മാർ, സഹോദരിമാർ, ഒരൽപസമയം ഈ വിഷയം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നത് എന്താണ്? മയ്യർതദ്ദ മിൻകും അൻ ദീനിഹി, നിങ്ങളിൽ ആരെങ്കിലും അല്ലാഹുവിന്റെ ദീനിനെ തൊട്ട് മുർത്തദ്ദായി പോയാൽ, മയ്യർതദ്ദ മിൻകും അൻ ദീനിഹി, നിങ്ങളിൽ ആരെങ്കിലും അല്ലാഹുവിന്റെ ദീനിനെ തൊട്ട് മുർത്തദ്ദായി പോയാൽ, ഇവിടെ അല്ലാഹു തആല ഉപയോഗിച്ച പദം ഇർതദ്ദ എന്ന പദമാണ്. പിഴച്ചു പോകുക എന്നൊരാശയം മാത്രം അല്ല. പിഴവ് 2 വിധമുണ്ട്. പിഴവ് ഒന്ന് തെറ്റാണ്, അത് കുറ്റകരമാണ്, ശിക്ഷയ്ക്ക് സാധ്യതയുണ്ട്. എന്നാൽ മറ്റൊരു പിഴവ് കുറ്റകരമാണ് എന്നതിനേക്കാൾ അപ്പുറം ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് തന്നെ പുറംതെറിച്ചു പോകാൻ സാധ്യതയുള്ളതാണ്. ആ രീതിയിലുള്ള പ്രവർത്തനം നടത്തി പുറത്തു പോകുന്നവർക്കാണ് മുർത്തദ് എന്ന് പറയുന്നത്. ഖുർആനിൽ ഈ പരാമർശിക്കുന്ന വിഭാഗം മയ്യർതദ്ദ മിൻകും അൻ ദീനിഹി, നിങ്ങളിൽ ആരെങ്കിലും അല്ലാഹുവിന്റെ ദീനിനെ തൊട്ട് മുർത്തദ്ദായി പോയാൽ, അഥവാ മുർത്തദ്ദായി പോയാൽ എന്ന് ഒരു സാങ്കല്പിക കഥ പറയേണ്ടവൻ അല്ല അല്ലാഹു, മറിച്ച് ലോകത്ത് പിൽക്കാലത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടുത്തുകയാണ്. മുഅ്മിനീങ്ങൾ അവകാശപ്പെടുന്ന വിഭാഗം ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞുകൊണ്ടിരിക്കെ, നിസ്കരിച്ചുകൊണ്ടിരിക്കെ, ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കെ, സകാത്ത് കൊടുത്തുകൊണ്ടിരിക്കെ, വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെയും വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കെ, ആ വിഭാഗം അവർക്കിടയിൽ കടന്നുകൂടുന്ന അപകടകരമായിരിക്കുന്ന വിശ്വാസ വൈകല്യത്തിന്റെയും ശക്തമായ ഹസദിന്റെയും കാരണത്താൽ പരസ്പരം ഭിന്നിച്ചുകൊണ്ട് ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറംതെറിച്ചു പോകുന്ന പ്രയാസകരമായ ഒരവസ്ഥ ഈ ലോകത്ത് സംജാതമാകുന്നു എന്ന് ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. സുന്നി പടയണി